നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ ഞായറാഴ്ച അതിരാവിലെ ഒരു വലിയ തീവ്രവാദി ആക്രമണം നടന്നിരുന്നു. ഒരു ഉഗ്ര സ്ഫോടനമാണ് നടന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു കന്റോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റുമാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. കാർ ബോംബ് ആക്രമണമാണ് നടന്നത്. ചാവേർ ആക്രമണമായിരുന്നു. ഒരു ചാവേർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറ് ഒരു ട്രെയിനിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. വലിയ ഉഗ്ര സ്ഫോടനമാണ്. ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ കത്തിച്ചാമ്പലായി. ഈ ട്രെയിനിൻ്റെ ഭൂരിഭാഗവും കത്തിച്ചാമ്പലായി എന്ന് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ വീടുകളും കെട്ടിടങ്ങളും അടക്കം തീപിടിക്കുകയും അത് നിന്ന് കത്തുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ വിഘടനവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റെടുത്തിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ ഈ സ്ഫോടനത്തിൻ്റെ പുതിയ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് പ്രാഥമികമായി പാകിസ്ഥാൻ അധികൃതർ പറയുന്നത് 24 പേർ മരിച്ചുവെന്നും 40 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ്. എന്നാൽ ഈ കണക്കുകൾക്കപ്പുറം ഒന്നും തന്നെ ഒരു വിശദാംശവും പാകിസ്ഥാൻ ഭരണകൂടം പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇപ്പോൾ ഈ സ്ഫോടനത്തെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുകയാണ്. അതായത് ഈ തങ്ങൾ ആക്രമിച്ച ട്രെയിൻ, ആ ട്രെയിൻ എന്നത് സാധാരണ ഒരു ട്രെയിൻ ആയിരുന്നില്ല. സൈനികരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു ഷട്ടിൽ ട്രെയിൻ ആയിരുന്നു. പാകിസ്ഥാൻ ഈ അടുത്ത കാലത്ത് വളരെ രഹസ്യമായിട്ടാണ് ബലൂചിസ്ഥാൻ പോലെയുള്ള മേഖലകളിൽ സൈനിക നീക്കം നടത്തുന്നത്. സൈനിക നീക്കം അതീവ രഹസ്യമായി ഒരു പാസഞ്ചർ ട്രെയിൻ എന്ന വ്യാജേനയൊക്കെയാണ് ഇത്തരത്തിലുള്ള സൈനിക നീക്കം നടത്താറുള്ളത്. കാരണം സൈനികർക്കെതിരെ ഈ അടുത്ത കാലത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി പദ്ധതിയിട്ട ഒരു സൈനിക നീക്കം. ആ സൈനിക നീക്കം പക്ഷേ എങ്ങനെയോ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മണത്തറിയുന്നു. തങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗമായ സിറാബാണ് ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന വിവരമാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിടുന്നത്. ഈ ഇൻ്റലിജൻസ് ഏജൻസിയായ സിറാബ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് തങ്ങളുടെ മറ്റൊരു സൈനിക വിഭാഗമായ മജീദ് ബ്രിഗേഡാണ് ഇങ്ങനെ ഒരു കാർ ബോംബ് ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ BLA പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ സൈനികർ സഞ്ചരിക്കുന്ന ട്രെയിനിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ ഒരു ആക്രമണത്തിൽ കുറഞ്ഞത് 82 പാകിസ്ഥാൻ സൈനികരെങ്കിലും മരിച്ചു എന്നാണ് BLA പുറത്തുവിടുന്ന കണക്കുകൾ. 141 പേർ ആണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അത്രമാത്രം കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ആ ദൃശ്യങ്ങൾ നൽകുന്ന സൂചന കറുത്ത പുക ഉയരുന്നതാണ്. മാത്രമല്ല നിരവധി വാഹനങ്ങൾ കത്തുന്നു. ചുറ്റുപാടുമുള്ള ചില വീടുകളിലും ക്വാർട്ടേഴ്സുകളിലുമൊക്കെ തീ പടർന്നിരിക്കുന്നു. അതുമാത്രമല്ല ട്രെയിൻ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണ് 82 പാകിസ്ഥാൻ സൈനികർ മരിച്ചുവെന്ന് 141 പേർ പരിക്കേറ്റു എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ഈ ക്വറ്റയിലെ സമീപ പ്രദേശങ്ങളിൽ ഉള്ള ആശുപത്രികളിലെല്ലാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. വീടുകളിൽ നിന്ന് ലീവിലടക്കമുണ്ടായിരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു അപകടത്തെ ചികിത്സാ സൗകര്യങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടം ഏർപ്പെടുത്തിയത്. കാരണം അത്രമാത്രം ഒരു ഉഗ്ര സ്ഫോടനമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 82 സൈനികരെ ഇപ്പോൾ പാകിസ്ഥാന് നഷ്ടമായിരിക്കുന്നു. ഈ സ്ഫോടനം നടന്ന സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്ഫോടനം നടന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനം നടത്തുന്ന സമയത്താണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കാനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനം നടത്തിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ചർച്ചകൾക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാട്ടത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1948 ബലൂചിസ്ഥാൻ എന്ന പ്രദേശത്തെ പാകിസ്ഥാൻ്റെ പ്രവിശ്യയായി പാകിസ്ഥാനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത്. അന്ന് തന്നെ തങ്ങൾക്ക് സ്വയംഭരണം വേണമെന്ന ഒരു മൂവ്മെൻറ്റ് ബലൂചിസ്ഥാനിൽ ശക്തമായിരുന്നു. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ധാതുലവണങ്ങളുടെയും പ്രകൃതിവാതകത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ വലിയ നിക്ഷേപമുള്ള സ്ഥലമാണ്. ഈ നിക്ഷേപങ്ങളെല്ലാം ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നു പാകിസ്ഥാൻ. പക്ഷേ ആ പ്രദേശം ഇപ്പോഴും അവികസിത പ്രദേശമായി തുടരുന്നു. ദരിദ്ര വിഭാഗങ്ങളാണ് അവിടെ താമസിക്കുന്നത്.
അതായത് ധാതു സമ്പന്നമായ അല്ലെങ്കിൽ പ്രകൃതി സമ്പത്തുകളാൽ സമ്പന്നമായ തങ്ങളുടെ പ്രവിശ്യയെ ഈ പാകിസ്ഥാൻ ഭരണകൂടം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു അംശം പോലും അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നൊരു തോന്നൽ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഘടനവാദം അവിടെ ശക്തമാകുന്നത്. തങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളോടുകൂടിയുള്ള അധികാരങ്ങളോടുകൂടിയുള്ള ഒരു പരമാധികാര രാഷ്ട്രം വേണം എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആവശ്യപ്പെടുന്നത്. അതേസമയം ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചൈന കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ്സ് പദ്ധതിയുടെ ഭാഗമായി നിരവധി പദ്ധതികൾ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയും ഈ പ്രകൃതി വിഭവത്തെ ചൂഷണം ചെയ്യുന്നുവെന്ന് ബലൂചിസ്ഥാൻ നിവാസികൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണങ്ങൾ ഇപ്പോൾ ചൈനീസ് പൗരന്മാർക്കും ചൈനീസ് സ്ഥാപനങ്ങൾക്കും എതിരെ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല 1.25 ബില്യൺ ഡോളറുടെ നിക്ഷേപം അമേരിക്ക ബലൂചിസ്ഥാനിൽ നടത്താം എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കാരണം ബലൂചിസ്ഥാനിൽ ലോകമെമ്പാടുമുള്ള 17 റയർ എർത്ത് എലമെൻറ്റുകളിൽ 12 എണ്ണവും ഈ ബലൂചിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അമേരിക്കയെ പാകിസ്ഥാൻ ഭരണാധികാരികൾ ബോധ്യപ്പെടുത്തുകയും അമേരിക്ക അവിടെ ഈ പറയുന്ന നിക്ഷേപം, ഇത്രയും തുകയുടെ നിക്ഷേപം നടത്തുമെന്ന് തീരുമാനിച്ചിരിക്കുകയുമാണ്. ചൈന ഇത്രയും കാലം കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് സഹായകമായ ഒരു വികസന പ്രവർത്തനവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക അവിടെ നിക്ഷേപം നടത്തുമെന്ന് പറയുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ വലിയ പ്രതീക്ഷയൊന്നുമല്ല. ഇതെല്ലാം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യക്കാർ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ് എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് ഈ പറയുന്ന ബലൂച്ച് ലിബറേഷൻ ആർമിക്കും ബലൂചിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുമുള്ളത്. അതുകൊണ്ടാണ് അവർ ആയുധമെടുത്ത് സർക്കാരിനെതിരെ പോരാടുന്നത്. ഈ സായുധ സമരം ചർച്ചകളിലൂടെ അവസാനിപ്പിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു പല ബാഹ്യ ഇടപെടലുകളിലൂടെയും ബലൂചിസ്ഥാനിലെ വിഘടനവാദത്തെ അമർച്ച ചെയ്യാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഇപ്പോൾ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. 2025 മാത്രം 254 ഭീകരാക്രമണങ്ങൾ നടന്നുവെന്നാണ് പാകിസ്ഥാൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 25% അധികമാണ്. ഗ്രനേഡ് പോലെയുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന മേജർ ആക്രമണങ്ങളിൽ 65% വർധനവ് 2025 ഉണ്ടായിട്ടുണ്ട് എന്നും ഈ ചില കണക്കുകൾ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ക്രമസമാധാനത്തിന്, പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനും വലിയ ഭീഷണിയായി ഉയർന്നു വരുന്ന ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ. ആ ബലൂചിസ്ഥാനിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം വിഘടനവാദ സംഘടനകൾ നടത്തുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ പോലെയുള്ള മറ്റു പ്രവിശ്യകളിലും പാകിസ്ഥാൻ ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങളുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ബലൂചിസ്ഥാനും അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വയിലും നടക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് എന്ന ഒരു ആരോപണമാണ് ഉയർത്തുന്നത്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെയും അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പാക് താലിബാൻ പോലെയുള്ള തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ പോലെയുള്ള സംഘടനകൾ ഇത്തരം മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും അതിൽ ഈ പറയുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി 1ാം സ്ഥാനത്താണ് എന്നുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും വളരെ കടുത്ത ഒരു ആക്രമണമാണ്, പാകിസ്ഥാനെ ഞെട്ടിച്ച ഒരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ നടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ ബലൂചിസ്ഥാനിൽ ഈ അടുത്ത കാലത്തായി രൂപീകരിക്കപ്പെട്ട ഇൻ്റലിജൻസ് ഏജൻസിയായ സിറാബുമുണ്ട് എന്ന വാർത്തകളും പുറത്തു വരികയാണ്.